മിസ്റ്റർ നമ്പ്യാരല്ലേ? അല്ല. അതെ. മകളെ കാണാതെ വേവലാതിപ്പെടുന്നുണ്ടാവും. ഭയപ്പെടണ്ട, മകൾ ഞങ്ങളുടെ പക്കലുണ്ട്. നിങ്ങൾ ആരാ? മകളെ തട്ടിക്കൊണ്ടുപോയവർ ഏതായാലും പൂജാരിയോ പുരോഹിതരാവാൻ വഴിയില്ല. ഞങ്ങൾ പ്രൊഫഷണൽ കിഡ്നാപ്പേഴ്സാ. പെണ്ണിനെ കിട്ടണമെങ്കിൽ 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ കിട്ടണം. അല്ലെങ്കിൽ പെണ്ണിന്റെ ശവമായിരിക്കും കിട്ടുക. പണം ഞാൻ തരാം. എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടിയാ മതി. പണം എവിടെ എത്തിക്കണമെന്ന് പറ. ആശാനെ, പണം തരാന്ന്. എവിടെ എത്രന്ന്? സിറ്റി ടവർ. സിറ്റി ടവർ. ഹലോ, എവിടെ? സിറ്റി ടവർ. സിറ്റി ടവറിന് മുന്നിൽ കൃത്യം 9 മണിക്ക് പണവുമായി എത്തുക. ശരി. എന്താ അമ്മാവ, ആരാ വിളിച്ചത്? അയ്യോ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്റെ മോളെ ആരാ കിട്ടേ? അവരെ ഇപ്പൊ വിളിച്ച് 2 ലക്ഷം രൂപ കൊടുത്തവളെ തിരിച്ചു തരാം. 2 ലക്ഷം 1 ലക്ഷം എന്നല്ലേ പറഞ്ഞത്? 1 ലക്ഷം കൊടുക്കാനാണ് പാടുള്ളൂ. 2 പറഞ്ഞാൽ 2 ലക്ഷം കൊടുക്കണ്ടേ? പഴയ കാലമാണോ? പഴയ കാലം എന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. വാ. സാറ് പോയി എല്ലാം കുഴയും. അമ്മാവൻ ആരാണെന്ന് അവന്മാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഞങ്ങൾ കൊണ്ട് കൊടുക്കാം. അമ്മാവൻ പൈസ തന്നാ എന്റെ രഞ്ജുവിനെ രക്ഷിക്കുക അമ്മാവാ. കാശ് കൊടുത്തില്ലെങ്കിൽ അവർ ചിലപ്പോ കുത്തികളെ. കാശ് ഞാൻ തരാം. വാ. സത്യം ശിവം സുന്ദരം. നിങ്ങൾ നിൽക്കുന്നതിന്റെ എതിർവശത്ത് ഞങ്ങളുണ്ട്. പണം കൊണ്ടുവന്നിട്ടുണ്ടോ? പണം കൊണ്ടുവന്നിട്ടുണ്ട്. രഞ്ജു എവിടെ? ആദ്യം പണം കാണട്ടെ, ഞങ്ങൾ അങ്ങോട്ട് വരാം. ഓക്കെ? എന്താ ഇങ്ങോട്ട് വരാന്നു? രഞ്ജു എവിടെ? കുട്ടിയെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടില്ല. സേഫ് ആയിട്ട് സ്ഥലത്ത് ഇരുത്തിയിട്ടുണ്ട്. പണം തന്നാൽ കുട്ടിയെ തരാം. രഞ്ജു എവിടെന്നാ ചോദിച്ചത്? അവളെ തന്നാലേ പണം തരും. അന്ന പണം വേണ്ട, കുട്ടിയെ തരുന്നു. എന്നാ നമുക്ക് പോവാം. അപ്പഴത്തെ പോവാന്ന്. ഇതെന്ത് മര്യാദയാണ്? പറഞ്ഞാലും മനസ്സിലാവൂലേ? നിങ്ങൾ പണം തന്നെ, ഞങ്ങൾ കുട്ടിയെ തരാം. ഇത് കുട്ടികളെയല്ല, ഞങ്ങൾ പോലീസിനെ വിളിക്കും. അറമാരെ, കിഡ്നാപ്പിംഗ് ഞങ്ങളുടെ കൊലത്തൊഴില. അതിലിട്ട് ഞങ്ങൾ അരിവിറക്കില്ല. പകൽ സമയത്ത് നടു റോട്ടിൽ വെച്ച് പാർട്ടി എക്സ്ചേഞ്ച് ചെയ്ത പല മണ്ട കിഡ്നാപ്പേഴ്സും ഇന്ന് അകത്താ. ആ പണിക്ക് നമ്മളെ കിട്ടില്ല. പോലീസ് അല്ല, പോലീസിന് ഞങ്ങൾ അറിയിച്ചിട്ടില്ല. അഭ്യാസം ഇറക്കിയാണല്ലേ. കുട്ടിയെ വേണമെങ്കിൽ പണം കിട്ടണം, ഞങ്ങൾ വിശ്വസിക്കാം. നമുക്ക് പോകാം. അതിനെ പോവാ. നീക്ക് ഇത് തന്നെ പരിപാടി. നിന്നെ തുറന്നു കാണിക്ക്. എന്ത് പറ്റി? ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ ഇനി എന്താ ചെയ്യണ്ടേന്ന്? എങ്ങനെ? ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന്? ഫോളോ മീ, ഫോളോ മീ. ഹലോ. മോളെ കാണാൻ തിടുക്കമായല്ലേ? മോൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങളുടെ കൈവശം തന്നെയുണ്ട്. നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത്? പണം കിട്ടിയില്ലേ? ഇനിയെങ്കിലും എന്റെ മോളെ വിട്ടതാ. പണം കിട്ടിയെന്നോ? ഏത് പണം? 5 ലക്ഷം രൂപ ഉടനെ കിട്ടണം. 5 ലക്ഷോ? 2 ലക്ഷം രൂപയല്ലേ നിങ്ങൾ ചോദിച്ചേ? അത് തന്നില്ലേ? ആർക്ക് തന്നു? ഞങ്ങൾക്ക് തന്നില്ലല്ലോ. ഇത് വേറെ ഗ്യാങ്ങാ. പെണ്ണിപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലാ. വിട്ടുതരണമെങ്കിൽ കുരിശുപള്ളിക്ക് അടുത്തുള്ള പഴയ കമ്പനി വളപ്പിൽ പണവുമായി എത്തിയിരിക്കണം. പോലീസിനെയും പട്ടാളത്തിനൊന്നും വിളിക്കാൻ നിൽക്കണ്ട. പെണ്ണിന് ജീവനോടെ വേണമെങ്കിൽ മര്യാദയ്ക്ക് പണമായി വാ. സാറേ, നമ്മുടെ രഞ്ജുമോൾ ആകെ കുഴഞ്ഞിടോ. വാ. വെള്ളമാണ്, തെറ്റി വീഴരുത്. വാ വാ വാ. ആശാനെ, സുന്ദരാശാനെ, ഇവിടെ ഇരുന്നല്ലോ അവരുണ്ടായിരുന്നത്. ആശാനെ, സുന്ദരാശാനെ, രഞ്ജു, ആശാനെ, രഞ്ജു എവിടാ? എന്റെ രഞ്ജു ഇവിടെയായിരുന്നു സാറിന്റെ ഭാര്യയെ. ഞങ്ങൾ വിശ്വസിക്കും. രഞ്ജു എവിടെന്നാ ചോദിച്ചത്? വേഷം കെട്ട് വേണ്ട, സത്യം പറയടാ. എവിടാ രഞ്ജു? വീണ്ടും പണം തട്ടാനുള്ള അടവാണല്ലേ? സത്യം പറയടാ. എന്റെ രഞ്ജുവിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, കൊല്ലും ഞാൻ എല്ലാത്തിനും. സത്യമാണ് സാർ ഞാൻ പറയുന്നത്. ഈ തൂണിലാ കെട്ടിട്ടിരുന്നത്. ആശാനുണ്ടായിരുന്നു. ഞങ്ങൾ ഗുണ്ടകളൊന്നുമല്ല സാർ. എടാ സത്യശിവ, കുറെ തടി മാടന്മാര് വന്ന് എന്നെ തല്ലിച്ചതച്ച് സാറിന്റെ ഭാര്യ കൂടി കടന്നു കളഞ്ഞു.
രഞ്ജു മീൻ കോർത്തല്ലേ? എന്താ വലിയ ബാലു നോക്കി നിൽക്കാതെ അടിച്ചു ഒതുക്കണ. ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് ആൾക്കാരെ കൂട്ടി വന്നിരിക്കാനോടാ തല്ലാൻ. ഇവൻ പറഞ്ഞിട്ടാ ഞങ്ങൾ ഈ കളിയൊക്കെ കളിച്ചത്. ഇവൻ പറഞ്ഞിട്ടു സത്യമായിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടോ വല്ലിച്ച. ഇതൊക്കെ അമ്മയുടെ ഒരു കളിയാ. കളിയോ? പെണ്ണിനെ പിടിച്ചു കെട്ടി തന്ന ചോദിക്കുന്ന കാശേരാവെന്ന് പറഞ്ഞ് ഫോൺ നമ്പർ ഒന്ന് താനല്ലേ? നന്ദി കെട്ട വല്ലിക്കാന്ന് പറഞ്ഞ് മണപ്പിച്ച് നടന്ന് ഇതിനായിരുന്നു അല്ലേ? നിന്നെ ഞാൻ എന്നെ തല്ലരുത്. മനുവിന്റെ കള്ളക്കളി വെളിച്ചത്ത് കൊണ്ടുവരാനാ ഞാൻ ഈ പണിയൊക്കെ ഒപ്പിച്ചത്. എന്റെ കള്ളകളെ മനുഷ്യർ കളിച്ചത്. പാവം മനുഷ്യറിനെ കുറിച്ച് എന്തൊക്കെ ഇയാൾ പറഞ്ഞു നടന്നത് അതെല്ലാം രഞ്ജു ചേച്ചി മുതലാളി വിശ്വസിക്കുകയും ചെയ്തു. ഓഫീസിലായാലും ദിവസം 10 പ്രാവശ്യം സാറിനെ കുറിച്ചും രഞ്ജു ചേച്ചിയെ കുറിച്ചും മാത്രം പറയാറുള്ള മനുഷ്യനെ കുറിച്ചല്ല താൻ പറഞ്ഞിട്ടുള്ളത്. പോണ്ടിച്ചേരിയിൽ വെച്ചും ഇയാളല്ല കള്ളകളെ കളിച്ചത്. സാരമില്ല കിച്ചു, ഇപ്പൊ സത്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേ? എനിക്കത് മതി. എനിക്കത് പോരാ. വർമാജി പോലീസിനെ വിളിക്കണോ? ഇവൻ കുറച്ച് നാൾ അകത്ത് കിടക്കട്ടെ. വേണ്ട മാവാ, തൽക്കാലം പോലീസും പട്ടാളമൊന്നും വേണ്ട. ബാലുവും നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമല്ലേ, അതുകൊണ്ട് ഈ ഒരു തെറ്റ് പൊറുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കണ്ടില്ല മുതലാളി, മനുഷ്യറിനോട് ഇത്രയും ദ്രോഹം ചെയ്തിട്ടും ആ മനസ്സ് കണ്ടില്ലേ? പോലീസിനൊന്നും വിളിക്കണ്ട, സാർ ക്ഷമിക്കേ. സാറ് ക്ഷമിച്ചു. ആ മോഹൻ കണ്ടാൽ അറിഞ്ഞൂടെ? പോലീസിനെ വിളിക്കില്ല. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. വല്ലിച്ച ഓടാ. അല്ല, അപ്പൊ കിച്ചുവിന്റെ അഖിലയുടെ കാര്യം എന്തായി? അവരുടെ കാര്യം അവര് നോക്കിക്കൊള്ളും. നിന്റെ കാര്യം നീ നോക്കിക്കോ. ദാ ഇനി ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം, അല്ലേ അമ്മാവ? അപ്പൊ എല്ലാവർക്കും സന്തോഷമായല്ലോ. അതൊക്കെ സന്തോഷവും. ഞാൻ കിട്ടാണ് ഞാൻ കിട്ടണ്ടേ? അതിന് ഇവർക്ക് എന്താ കിട്ടാനുള്ളേ? അല്ല, നമ്മുടെ കമ്പനിയിൽ ഒരു ജോലി കൊടുക്കാമെന്ന് ഞാൻ ഇവർക്ക് വാക്ക് കൊടുത്തിരുന്നു. അതപ്പോ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ അല്ല, അതിന് ഇവർക്ക് എന്ത് പണി അറിയാ? പോക്കറ്റടി പിടിച്ചവരെ ഭവനവേദന. അല്ല, പണി കിട്ടിയില്ലെങ്കിൽ ഇതൊക്കെ പഠിക്കേണ്ടി വരുമെന്ന് പറയുമായിരുന്നു. സമ്മതിക്കും മുതലാളി. സമ്മതിക്കാം മാവ. ഇല്ല. അങ്ങനെ കണ്ണീ കണ്ടവർക്കൊക്കെ പണി കൊടുക്കാൻ എനിക്കെന്ത് അവകാശം? പണി കൊടുക്കാനുള്ള അവകാശം നിനക്കല്ലേ? കൊടുത്തോ പണി. അപ്പൊ ഇന്നു മുതൽ കമ്പനിക്ക് പണിയായി.